ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ടു സീ യു അഗെയിൻ. നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മിക്സഡ് ഫീലിംഗ് ഉള്ളവരാണെന്ന് എനിക്കറിയാം. കാരണം കുറേ പേർക്ക് നന്നായി എക്സാം എഴുതാൻ കഴിഞ്ഞു. അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞു. അല്ലെ, നന്നായി എക്സാം എഴുതി, നല്ല മാർക്ക് പ്രതീക്ഷിക്കുന്നു, ഫുൾ മാർക്ക് എന്തായാലും കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ കുറേ കുട്ടികൾ വളരെ വിഷമത്തിലാണെന്നും എനിക്ക് മെസ്സേജ് ചെയ്തു. കാരണം അപ്പോൾ അവർ പറയുന്നത് ശരിക്കും എഴുതാൻ സാധിച്ചില്ല, ഇനി മാർക്ക് കിട്ടുമോ, ഇനി എന്ത് ചെയ്യും, അല്ലേ? അപ്പോൾ മാർക്ക് കുറഞ്ഞു എന്ന് വിഷമിക്കുന്നവരോട് ഞാൻ ആദ്യമേ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഈ സേ എക്സാം കഴിഞ്ഞ കുട്ടികൾക്ക്, ആ സേ എക്സാം കഴിഞ്ഞ കുട്ടികളിൽ +1, അതായത് മാർക്ക് ഫെയിലായവർ, +2 സേ എക്സാം ഫെയിലായാൽ പിന്നെ +1 +2 രണ്ട് എക്സാമും പിന്നെ 2 വർഷം എഴുതണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സേ എക്സാം ഫെയിലായ കുട്ടികൾക്ക് +1 എക്സാം നിങ്ങളോടൊപ്പം എഴുതാൻ, ഫീസ് അടയ്ക്കാൻ അവർക്കൊരു ടൈം കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരു ടൈം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അവരോടൊപ്പം ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാനുള്ള ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം, മാർക്ക് കുറഞ്ഞവർക്ക് മാർക്ക് കൂട്ടാൻ, അല്ലേ, ഒരു പ്രാവശ്യം കൂടെ നന്നായി എഴുതാനുള്ളൊരു ചാൻസ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, എനിവേ നിങ്ങളെല്ലാവരും ഈ ആൻസർ അറിയാൻ വേണ്ടി വളരെ ആങ്ഷ്യസ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കാം. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കാം കേട്ടോ. വാല്യുവേഷനെ കുറിച്ച് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയോ അതിന് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എഴുതിയതിന് മാക്സിമം മാർക്ക് എല്ലാ ടീച്ചേഴ്സും തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വാല്യുവേഷനെ കുറിച്ച് ആരും വിഷമിക്കേണ്ട. വാല്യുവേഷൻ ഇനി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമോ, അങ്ങനെ ഒന്നുമില്ല. വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും. നിങ്ങൾ എന്ത് എഴുതിയോ അതിനുള്ള മാക്സിമം മാർക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വാല്യുവേഷന് തരും കേട്ടോ. അപ്പോൾ ഈ ആൻസേഴ്സ് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തത് നമ്മുടെ ഈ മോഡൽ എക്സാമിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒത്തിരി ഡിഫറൻ്റ് ആയിരുന്നു, അല്ലേ? ക്വസ്റ്റ്യൻ പാറ്റേൺ ഒത്തിരി ഡിഫറൻ്റ് ആയിരുന്നു. മോഡൽ എക്സാമിൻ്റെ സെയിം പാറ്റേൺ അല്ലായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷനായി. പിന്നെ ചിലർക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് നോക്കിയപ്പോൾ കുറേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ പേടിച്ചു പോയവരുണ്ട്, അല്ലേ? എന്നാലും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറിയില്ല എന്ന് തോന്നിയാലും വീണ്ടും വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കണം, അല്ലേ? അങ്ങനെ പല കുട്ടികൾക്കും വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോൾ ആൻസർ എഴുതാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു സെക്ഷനൊക്കെ മോഡൽ എക്സാം പോലെ തന്നെയായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് 1 to 8 ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 1 സ്കോർ. ആദ്യത്തെ 8 ക്വസ്റ്റ്യൻ, അതിൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് എഴുതണമായിരുന്നു. അതിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കായിരുന്നു, അല്ലേ? ഓരോ മാർക്കായിരുന്നു. അപ്പോൾ അതിൽ സിമ്പിളായിരുന്നു, സിമ്പിൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, റീഡ് ദ ഗിവൺ എക്സെപ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. 1. Who does you refer to? അതിന് മുന്നേ ഒരു സെൻറ്റൻസ് ഉണ്ട്. You must be careful. This disease is most contagious. അത് നമുക്ക് ആ ലെസൺ ദ സെറാങ് ഓഫ് റാണഗഞ്ചി വായിച്ചവർക്ക് പെട്ടെന്നൊരു ഐഡിയ വരും, അല്ലേ? യു മസ്റ്റ് ബി കെയർഫുൾ. നീ വളരെ കെയർഫുൾ ആയിരിക്കണം. ദിസ് ഡിസീസ് ഈസ് മോസ്റ്റ് കണ്ടേജിയസ്. ഈ ഡിസീസ് എന്ന് പറയുന്നത് മോസ്റ്റ് കണ്ടേജിയസ്, ശരിക്കും ഒരു പകരുന്ന ഒരു ഡിസീസാണ്. ഹൂ ഡസ് യു റെഫർ ടു? ഇവിടെ യു മസ്റ്റ് ബി കെയർഫുൾ എന്ന് റെഫർ ചെയ്തേക്കുന്നത് ആരെയാണ്? ഹസൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്പർ 1 ഹസൻ എന്ന് എഴുതിയാൽ മതി. ഹസൻ എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റാണ് കേട്ടോ, 1 മാർക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ സെഡ് ദീസ് വേർഡ്സ്? ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ഡോക്ടർ A.J. ക്രോണിൻ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡോക്ടർ A.J. ക്രോണിൻ നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് അതും കറക്റ്റാണ്, 1 മാർക്ക് ഷുവർ. ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഡിസീസ് ഈസ് മെൻഷൻ ഹിയർ? ഇവിടെ പറയുന്ന ആ ഡിസീസ് ഏതാണ്? വിച്ച് ഡിസീസ് ഈസ് മെൻഷൻ ഹിയർ? സ്മോൾ പോക്സ്. അപ്പോൾ സ്മോൾ പോക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി, ആ 1 വേർഡ് മതി, 1 മാർക്ക് ഷുവർ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇൻ ദ പോം ടു സ്ലീപ്പ് ദ പോയറ്റ് സേസ്, come, blessed barrier between day and day. Identify a figure of speech used in the above line. ഈ ലൈനിലെ ഫിഗർ ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കേട്ടോ.
കം ബ്ലെസ്സഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഇതിൽ ഫോക്കസ് ഏരിയ അല്ലാത്ത ലെസൺസിൻ്റെ ആ ഒരു റിവിഷൻ ഞാൻ നടത്തിയപ്പോൾ ആ ക്ലാസ്സിൽ ടു സ്ലീപ്പ് എന്ന പോയിന്റ് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടു സ്ലീപ്പ് എന്ന പോയിന്റ് ഞാൻ അതിൻ്റെ അത് പെട്ടെന്നൊരു അതിൻ്റെ സമ്മറി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ബ്ലെസ്സഡ് ബാരിയർ. അപ്പോൾ ഇവിടെ ബ്ലെസ്സഡ് ബാരിയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സോ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ഓക്സിമറോൺ. കേട്ടോ, ഓക്സിമറോൺ ആണ് കറക്റ്റ് ആൻസർ. കാരണം ബ്ലെസ്സഡ് ബാരിയർ, സ്ലീപ്പിനെ ഇവിടെ ബ്ലെസ്സഡ് ആണെന്നും പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ബാരിയർ എന്നും പറയുന്നുണ്ട് അല്ലേ. സ്ലീപ്പ് ഈസ് എ ബ്ലെസ്സഡ് വൺ, അത് ബ്ലെസ്സഡ് ആണ്. കാരണം നമുക്ക് രാത്രിയൊന്ന് ഉറങ്ങി ഫ്രഷ് ആകാനുള്ള ഒരു ബ്ലെസ്സഡ് ആയിട്ടുള്ള കാര്യമാണ് സ്ലീപ്പ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ ബാരിയർ ആണ് അല്ലേ. ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് തമ്മിലുള്ളൊരു ബാരിയർ ആയതുകൊണ്ട് അവിടെ ഓപ്പോസിറ്റ് ബ്ലെസ്സഡും ആണ് ബാരിയറുമാണ്. അപ്പം അനുഗ്രഹമാണ്, പക്ഷെ അതൊരു തടസ്സമാണ്. അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ഓക്സിമറോൺ. അപ്പോൾ പലരുടെയും ഡൗട്ടാണ് അലിറ്ററേഷന് മാർക്ക് കിട്ടുമോ. അത് അലിറ്ററേഷനാണ്, പക്ഷേ അത് ഫിഗർ ഓഫ് സ്പീച്ച് അല്ല. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, ഓക്സിമറോൺ, മെറ്റോണമി ഒക്കെയാണ്. അലിറ്ററേഷനൊക്കെ പോയറ്റിക് ഡിവൈസസ്, അലിറ്ററേഷൻ, ആസോണൻസ്, ദെൻ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് അലിറ്ററേഷൻ എഴുതിയാലും മിക്കവാറും മാർക്ക് കിട്ടും കേട്ടോ. അലിറ്ററേഷൻ എഴുതിയാലും മാർക്ക് കിട്ടും. ദെൻ പേഴ്സോണിഫിക്കേഷൻ വരുമോ എന്ന് ചോദിച്ചാൽ ബ്ലെസ്സഡ് ബാരിയർ അല്ലേ, അതിന് സ്ലീപ്പിനെ അങ്ങനെ ഒരു അല്ലേ ബ്ലെസ്സഡ് ബാരിയർ ആയാലും അത് പേഴ്സൺ ആകുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അലിറ്ററേഷൻ എഴുതിയാൽ മിക്കവാറും മാർക്ക് കിട്ടും. പിന്നെ അതിൽ ഡേ ആൻഡ് ഡേ കണ്ടോ, ഡേ അപ്പോൾ ഡി റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്കവിടെ അലിറ്ററേഷന് മിക്കവാറും മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ വൺ വേർഡ് എഴുതിയാൽ മതി, ആൻസർ കറക്റ്റ്. The next question number 5. The exam is fast approaching and you feel confident, but you come to know that your friend is in despair and may skip the exam. As a true friend, you wish to help him with good advice. Prepare 2 pieces of advice using the expressions given to help him solve his problem. 2 അഡ്വൈസ് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാനാണ്. ഫ്രണ്ട് എന്ത് ചെയ്യാൻ പോവാ? ഹീ ഈസ് ഇൻ ഡെസ്പയർ അല്ലേ, ഡെസ്പായിരിക്കുകയാണ്. ആൻഡ് ഹി മേ സ്കിപ്പ് ദ എക്സാം. ആ എക്സാം അവൻ സ്കിപ്പ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങളോട് അവന് 2 അഡ്വൈസ് കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ. പക്ഷേ അത് ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇഫ് ക്ലോസിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളോട് പറയുന്നത്, അതിന് അഡ്വൈസ് ആയിട്ടാണ്. അപ്പോൾ ഇഫ് ക്ലോസ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ ഈ ആൻസർ കറക്റ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇഫ് യു വർക്ക് ഹാർഡ്, എല്ലാ കുട്ടികൾക്കും ഈ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് ദ എക്സാം അല്ലേ, ടൈപ്പ് 1. ഇഫ് യു വർക്ക് ഹാർഡ്, അവിടെ വേർബ് പ്രസൻറ്റൻസ് ആയതുകൊണ്ട് മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, ക്യാൻ, മേ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. നിങ്ങൾ ഏത് ആൻസർ എഴുതിയാലും നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കിട്ടും. യു വിൽ പാസ് ദ എക്സാം, യു വിൽ ഗെറ്റ് A+, യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്, യു വിൽ വിൻ ദ എക്സാം. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ആൻസർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, കറക്റ്റാണ്. പലരും കറക്റ്റ് ആൻസേഴ്സ് വളരെ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. യു വിൽ സക്സീഡ്, കറക്റ്റ്. യു വിൽ സക്സീഡ് കറക്റ്റാണ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ് കറക്റ്റാണ്. യു വിൽ ബി സക്സീഡഡ് വരണമെന്നില്ല കേട്ടോ, അത് അടുത്തൊരു ഇതിലേക്ക് പോവും. യു വിൽ സക്സീഡ്, അത് മതി, യു വിൽ സക്സീഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് ഐ വെയർ യു, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് ഏത് ടൈപ്പ് 1 ആണോ 2 ആണോ 3 ആണോ. ഇഫ് ഐ വെയർ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടൈപ്പ് 2. അപ്പോൾ ടൈപ്പ് 2 നമ്മൾ ഇഫ് ക്ലോസിൽ 3 സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്, ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. കണ്ടോ, അപ്പോൾ ഇഫ് ഐ വെയർ യു സെക്കൻഡ് ടൈപ്പ്. ഇഫ് ഐ വെയർ വന്നാൽ ഇപ്പുറത്ത്
I would, I should, I could ഏതും പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഫ് ഐ വെയർ യു ഐ വുഡ് സ്റ്റഡി ദ ലെസൺസ് ഏർലിയർ. ഐ വുഡ് സ്റ്റഡി നൗ കറക്റ്റ്. ഇഫ് ഐ വെയർ യു ഐ വുഡ് ട്രൈ മൈ ബെസ്റ്റ് കറക്റ്റാണ്. ഐ വുഡ് അറ്റൻഡ് ദ എക്സാം. I would study well. I would study well. I would not cry. Correct. I would not cry. Would plus base form of the verb. Base form of the verb എന്ന് പറഞ്ഞാൽ അവിടെ വേർബിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് വരില്ല, ing വരില്ല, വേറെ ഒന്നും വരില്ല. ആ വേർബ് മാത്രം, തനി വേർബ് മാത്രമായിരിക്കും കേട്ടോ. അതാണ് ബേസ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത്. വിൽ, ഷാൽ, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, വുഡ് എല്ലാം അതിൻ്റെ കൂടെ എല്ലാം പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഐ വുഡ് നോട്ട് സ്പോയിൽ ദ ചാൻസ് കറക്റ്റ്. ഐ വുഡ് നോട്ട് സ്പോയിൽ ദ ചാൻസ്. ഐ വുഡ് നോട്ട് വറി. ഐ വുഡ് റൈറ്റ് ദ എക്സാം കോൺഫിഡൻ്റ്ലി. ഐ വുഡ് നോട്ട് ഡെസ്പയർ കറക്റ്റ്. നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം മിക്കവാറും കറക്റ്റാണ്. അപ്പോൾ ഐ വുഡിനോട് കൂടെ ഏത് ചേർത്ത് എഴുതിയാലും അത് ബേസ് ഫോം ആണെങ്കിൽ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the following excerpt and answer the questions that follow. Manhattan's downtown is now a Disney-like string of malls, riverside parks, and pretty upper middle-class villages. But there was something else. And as I looked across the throngs on the pavements, I began to see why. Question number 7. Which word in the passage means a large densely packed crowd of people or animals? ഈ തന്നേക്കുന്ന പാസേജിൽ ഈ പറഞ്ഞ കാര്യത്തിന് മീനിങ് ആയിട്ട് വരുന്ന വൺ വേർഡ് ഏതാണ്? വൺ വേർഡ് ഏതാണ്? ത്രോങ്. 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 ഓക്കെ, അപ്പോൾ ആ ഒരു വേർഡ് ത്രോങ് ചിലർക്ക് എനിക്ക് തോന്നുന്നൊരു ഊഹത്തിൽ ഇതായിരിക്കും എന്നൊരു ഊഹത്തിൽ നിങ്ങൾ എഴുതിയെങ്കിലും അതിന് 1 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 8. ഐഡൻറ്റിഫൈ ദ ഓഥർ ഓഫ് ദ പാസേജ്. ഈ പാസേജിൻ്റെ ഓഥർ ആരാണ്? ഐഡൻറ്റിഫൈ ദ ഓഥർ ഓഫ് ദ പാസേജ്. ഈ ലെസൺ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലെസൺ നമ്മുടെ ഫോക്കസ് ഏരിയ അല്ലാത്ത ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ലെസണിലെ പാസേജാണ്. ഈ സൊസൈറ്റി ഡെഡ് എന്നൊരു ലാസ്റ്റ് യൂണിറ്റ് 6 ആ ലെസണിൽ നിന്ന് വന്നിട്ടുള്ളൊരു കുഞ്ഞ് പാസേജാണ്. ഐഡൻറ്റിഫൈ ദ ഓഥർ, ദ റൈറ്റർ, ആൻഡ്രൂ സലിവൻ. ഓക്കെ, പഠിച്ചവർ എഴുതിയിട്ടുണ്ട് അല്ലേ? ആൻഡ്രൂ സലിവൻ അതാണ്. അപ്പോൾ ആ ഒരു വേർഡ് എഴുതിയെങ്കിൽ ഓഥർ അല്ലെങ്കിൽ റൈറ്ററുടെ പേര് എഴുതിയെങ്കിൽ കറക്റ്റ്. ഓക്കെ, അത് എഴുതിയില്ല എങ്കിൽ പോലും ഇതുവരെ ആയപ്പോൾ 8 ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആദ്യത്തെ ഒരു സെക്ഷൻ ഈ 8 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസിന് ആൻസർ കറക്റ്റ് ആണെങ്കിൽ 4 ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ ഈ സെക്ഷൻ സേഫായി അല്ലേ? അത് മിക്കവാറും എല്ലാവർക്കും 4 ആൻസേഴ്സ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻസിന് അതൊക്കെ ഈസി ആയിരുന്നു. പിന്നെ ഇഫ് ക്ലോസ് ചിലപ്പോൾ 2 എണ്ണം കറക്റ്റ് ആയിരിക്കും. 4 എണ്ണം 4 മാർക്ക് നിങ്ങളുടെ ഫസ്റ്റ് 4 മാർക്ക് കിട്ടിക്കാണും അല്ലേ? അപ്പോൾ മാർക്ക് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഓരോ സെക്ഷനായിട്ടാണ് മാർക്കിൻ്റെ വാല്യുവേഷൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ 8 ആൻസേഴ്സും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ പല പല സ്ഥലങ്ങളിൽ എഴുതിയാലും ടീച്ചേഴ്സ് ഇതിന് മാർക്ക് ഫ്രണ്ട് പേജിൽ ഇടും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ സമയത്ത് നോക്കും 1 to 8. മിക്കവാറും കുട്ടികൾ 6 അല്ലെങ്കിൽ 7 ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും. എത്ര എഴുതിയാലും നിങ്ങൾക്ക് അവിടെ 4 നമ്മൾ അതിൻ്റെ മുകളിൽ റൗണ്ട് ചെയ്ത് കണക്കാക്കും കേട്ടോ. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും കിട്ടും. എഴുതിയിട്ടില്ലാത്തവർ കുഴപ്പമില്ല, വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻസ് 9 to 12. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്യാരീസ് 2 scores. 9 to 12 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻസ് എല്ലാ സെക്ഷനിലും ഡബിൾ ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷമാണ് നിങ്ങളോട് എഴുതാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഗിവൺ ലൈൻസ് ഇൻ 2 or 3 സെൻറ്റൻസസ്. വളരെ ഈസി ആയിട്ടുള്ള ലൈൻസ് ഏതാ? ഫ്രം ഡെത്ത് ദ ലെവലർ. ഓക്കെ, scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. ഈ ഡെത്ത് ദ ലെവലറിലെ
അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്രീസിയേഷൻ എന്തിനാണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൻസേഴ്സ് എഴുതാനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. ഇവിടെ 2 മാർക്സ് ആണ്. 2 മാർക്സ് ആകുമ്പോൾ 2 or 3 സെൻറ്റൻസസ് മതിയാവും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ എലാബറേറ്റ് ഐഡിയ എഴുതും? The given beautiful lines are taken from the poem Death the Leveler by James Shirley. In this poem, the poet says about എന്ന് പറഞ്ഞ് ഇതിലെന്തെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 സെൻറ്റൻസ് മതി. അത്രയും നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്കിത് 2 മാർക്സ് ഷുവറായിട്ട് കിട്ടും കേട്ടോ. ഈ എലാബറേറ്റ് ദ ഐഡിയ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരുവിധം എഴുതുകയാണെങ്കിൽ 2 മാർക്സും ഫുൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ അല്ലേ. ഡെത്ത് നോസ് നോ അല്ലെ, ഒരു വേർതിരിവില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എഴുതിയാലും മതി, അതിന് ആൻസർ മാർക്ക് കിട്ടും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. ആഫ്റ്റർ റീഡിങ് ദ എസ്സേ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പേടിച്ചാണ്. ഓ, നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിച്ചു അല്ലേ. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ? After reading the essay Disasters and Disaster Management in India, you feel that man's attitude to nature needs to change to prevent such disasters in future. Write at least 2 suggestions for the change. കണ്ടോ, 2 suggestions for the change. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനൊരു ഐഡിയ കിട്ടും. ക്വസ്റ്റ്യൻ എന്താ ഇവിടെ? 2 സജഷൻസ് എഴുതാനാണ് അല്ലേ. ഈ ഡിസാസ്റ്റേഴ്സ് കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിസാസ്റ്റേഴ്സ് ഫ്യൂച്ചറിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 സജഷൻസ്, 2 അഡ്വൈസ് കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. എന്ത് സജഷൻസ് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. വി ഷുഡ് പ്രൊട്ടക്റ്റ് അവർ നേച്ചർ അല്ലേ. വി ഷുഡ് encourage afforestation, don't pollute waters. ഒരു അതിന് തൊട്ട് മുന്നേ ഇച്ചിരിയും കൂടി എഴുതുന്നത് നല്ലതാണ് കേട്ടോ. വി ഷുഡ് അല്ലെങ്കിൽ യു ഷുഡ്, വൈ ഡോണ്ട് യു, അങ്ങനെയൊക്കെ ചേർത്ത് സജഷൻസ് കൊടുക്കുന്നതാണ് നല്ലത്. അവോയ്ഡ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, വി ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്. വി ഷുഡ് സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതുമ്പോൾ ആ ആൻസർ കറക്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ 2 എണ്ണം എഴുതിയാൽ മതി. 2 എണ്ണം എഴുതുമ്പോൾ ആൻസർ റെഡി. പല കുട്ടികളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കാണുമോ? കാണും കേട്ടോ. കാണുമെന്ന് നമുക്ക് ഇപ്പോൾ വിചാരിക്കാം. നേരത്തെ ഇല്ല എന്ന് പറഞ്ഞിരുന്നു, ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. എനിവേ മിക്കവാറും ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കാണാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. ചേഞ്ച് ദ ഗിവൺ സെൻറ്റൻസസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ മോഡൽ എക്സാമിന് വന്ന സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ. അതൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റിപ്പോർട്ടഡ് സ്പീച്ചാണ്. 2 മാർക്സ്. ആൻസർ: ഗ്രേറ്റ ടോൾ ക്വസ്റ്റ്യൻ. ഗ്രേറ്റ, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഗ്രേറ്റാസ് ഫാദർ: നോ, യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. ആൻസർ: ഗ്രേറ്റ ടോൾ ഹെർ ഫാദർ ഷീ ഹാഡ് തോട്ട് ഷീ കുഡ് മേക്ക് real peaches. Greta's father replied negatively by telling that she had to go to the store for those. Okay, കണ്ടോ? അപ്പോൾ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ കുഞ്ഞു വീഡിയോസായി ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ എങ്ങനെ നമുക്കൊരു സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യാം, ആ വീഡിയോ കണ്ട് പഠിച്ചവർക്ക് ഇത് ആൻസർ, ആദ്യത്തെ സെൻറ്റൻസ് കറക്റ്റ് ആവും. സെക്കൻഡ്, അതും നോ എന്ന് പറയുന്നത് റിപ്ലൈഡ് നെഗറ്റീവ്ലി, എസ് ആയിരുന്നെങ്കിൽ റിപ്ലൈഡ് പോസിറ്റീവ്ലി. പിന്നെ അടുത്തതും സെയിം സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്സ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 12. യുവർ ക്ലാസ് ഈസ് ഓർഗനൈസിങ് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ഗെയിംസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ സ്കൂൾസ്. റൈറ്റ് 2 arguments supporting the statement. കണ്ടോ, 2 arguments supporting the statement. സപ്പോർട്ടിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എന്താ 2 arguments എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ 2 വാദം അല്ലേ. ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആണ്. ഇവിടെ ഒരു ഡിബേറ്റിന് ഒരു ടോപ്പിക് തന്നേക്കാണ്. ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ഗെയിംസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ സ്കൂൾസ്.
അതിനെ സപ്പോർട്ട് ചെയ്യുക, ഈ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുക. യെസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് ആൻഡ് ഗെയിംസ് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന 2 സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. അവിടെ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഇറ്റ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു ഐഡൻറ്റിഫൈ ദെയർ ടാലൻസ് അല്ലേ. പിന്നെ കുറേ ആൻസേഴ്സ് വരുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദെയർ സ്പോർട്സ് ടാലൻറ്റ് അല്ലേ. ഇറ്റ് മെയിൻറ്റെയിൻ ദ മെൻ്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. കറക്റ്റ്. ഇതൊക്കെ എഴുതിയാൽ മതി കേട്ടോ, ആൻസർ കിട്ടും. ഇത് തന്നെയാണ് നമ്മുടെ ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ ഞാൻ കുറേ ഡിബേറ്റിൻ്റെ ടോപ്പിക് നിങ്ങൾക്ക് തന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ആൻസേഴ്സ് തന്നുകൊണ്ടേയിരുന്നു. ഓർമ്മിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ 2 സെൻറ്റൻസ് എഴുതിയാൽ മതി. നിങ്ങൾ ഏകദേശം ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ആരും വിഷമിക്കേണ്ട, ഞാൻ എഴുതിയത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. അതിനൊക്കെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എഴുതുന്നത് കറക്റ്റാണ്. ഓക്കെ, ഇറ്റ് പ്രിവെൻറ്റ്സ് ഒബസിറ്റി എമംഗ് ഓവർ വെയ്റ്റ് സ്റ്റുഡൻസ്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ആ സെക്ഷനിൽ നിങ്ങൾക്ക് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് 2 അല്ലേ, 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്. അപ്പോൾ ആ 4 മാർക്ക് നിങ്ങൾക്ക് സേഫായി കാണും. മിക്കവാറും കുട്ടികൾക്ക് സേഫായി കാണും. ഇതിലേതെങ്കിലും 2 എണ്ണം കറക്റ്റ് ആണെങ്കിൽ 4 മാർക്സ് റെഡി. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഓരോരോ സെക്ഷനായിട്ടാണ്. Questions 13 to 20. Answer any 4 questions. Each carries 4 scores. കണ്ട, 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ബട്ട് അതിൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 4 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. 4 മാർക്സാണ്. അപ്പോൾ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പേജിൻ്റെ പകുതി ഇത്ര എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എഴുതി ടൈം കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 13. വാട്ട് മെസ്സേജ് ഡസ് ദ പോയറ്റ് കൺവേ ത്രൂ ദ ലൈൻസ് ഗിവൺ ബിലോ? If thou art worn and heart beset with the sorrows that thou wouldst forget, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills, no tears dim the sweet look that nature wears. കണ്ടോ, ഇത് ഏത് ലെസണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചോ? ഏത് പോം? സൺറൈസ് ഓൺ ദ ഹിൽസ് ബൈ H.W. ലോങ്ഫെല്ലോ. H.W. ലോങ്ഫെല്ലോയുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് ആണ്. ഈ ലൈൻസിൽ നിന്നും വാട്ട് മെസ്സേജ് ഡസ് ദ പോയറ്റ് കൺവേ ത്രൂ ദീസ് ലൈൻസ്? ഈ ലൈൻസിൽ നിന്നും പോയറ്റ് എന്താണ് നമ്മോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സൺറൈസ് ഓൺ ദ ഹിൽസ് ആ പോയം പഠിച്ചവർക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. എന്താ, ഇവിടെ കുറേ ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൗ, ദൈ, ദാറ്റ് മീൻസ് യു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആ സൺറൈസ് ഓൺ ദ ഹിൽസിൻ്റെ ആ പോയമിൽ ലാസ്റ്റ് അതിൻ്റെ മെസ്സേജ് തന്നെ ഞാൻ സെപ്പറേറ്റ് അതിൽ പറയുന്നുണ്ടായിരുന്നു. അതിൽ ആൻസറിൽ അത് ശ്രദ്ധിച്ചവർക്കൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നമുക്ക് എന്തെങ്കിലും സോറോസും വറീസൊക്കെ ഉണ്ടെങ്കിൽ വി ഷുഡ് ഗോ ടു ദ നേച്ചർ ടു ഗെറ്റ് കംഫർട്ടഡ് അല്ലേ. നമുക്കൊരു കംഫർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെല്ലണം. നേച്ചറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സോറോസ് ആൻഡ് വറീസൊക്കെ മാറും എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇവിടെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു അല്ലേ, ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻജോയിങ് ദ നേച്ചർ ബ്യൂട്ടി. നമുക്ക് വേർഡ്സ്വർത്തിൻ്റെ പോയംസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു പോയമാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ കുറച്ച് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്സിൽ അഥവാ കുറച്ചൊക്കെ തെറ്റിയാൽ 3.5 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. വൈ നാച്ചുറലി ഇറ്റ് ഈസ് ഐ? ആരാ പറഞ്ഞത്? വൈ നാച്ചുറലി ഇറ്റ് ഈസ് ഐ. ടെക്സ്റ്റ് വായിച്ചവർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ +2 ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് വായിക്കുക. ദീസ് വേർഡ്സ് ഷോ ദാറ്റ് ഹസൻ ഈസ് എവർ റെഡി ടു ഷോൾഡർ എനി റെസ്പോൺസിബിലിറ്റീസ് ഹാപ്പിലി. ഇത് ഹസൻ പറഞ്ഞതാണ് അല്ലേ. ഈ വാക്കുകൾ പറയുന്നത് ഹസൻ ഈസ് എവർ റെഡി ടു ഷോൾഡർ എനി റെസ്പോൺസിബിലിറ്റീസ് ഹാപ്പിലി. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ യു മൈറ്റ് ഓൾസോ ഹാവ് വോളണ്ടിയർഡ് ഇൻ സിമിലർ സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ്. ഇതുപോലെ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ എന്ന നിലയ്ക്ക് നിങ്ങളും വോളണ്ടിയറായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നറേറ്റ് വൺ സച്ച് ഇൻസിഡൻറ്റ് ഇൻ എ പാരഗ്രാഫ്. അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ
ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ പോലും നമുക്ക് ഇമാജിനേഷനിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്ത് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വോളണ്ടിയറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരുണ്ട്. ചെയ്തില്ല എങ്കിലും ആ ഒരു ഇമാജിനേഷനിൽ നിങ്ങൾക്ക് എഴുതിയാലും മാർക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ +2-ലും വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടേതായ കാര്യങ്ങൾ എഴുതുക, അല്ലേ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് എഴുതുക. അഥവാ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ഇല്ല എങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ്, അല്ലെ, ആ ഒരു ഇമാജിനേഷനിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. Imagine that the village or city you live in has many tourist attractions. You wish to publish travel info on your Facebook page so that your friends or other tourists will benefit from the information. Prepare the same. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ഇവിടെ എഴുതേണ്ടത്? ട്രാവൽ ഇൻഫോ, അല്ലേ, ട്രാവൽ ഇൻഫോ ആണ് എഴുതേണ്ടത്. അപ്പോൾ ട്രാവൽ ഇൻഫോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ട്രാവൽ ഇൻഫോയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കുറേ കളക്ഷൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് ട്രാവൽ ഇൻഫോ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് ട്രാവൽ ഇൻഫോ എഴുതേണ്ടത് ആ സ്റ്റെപ്പൊക്കെ പഠിച്ച് കറക്റ്റായിട്ട് വെച്ചവർക്ക്, അല്ലെ, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിനും പറഞ്ഞതായിരുന്നു ട്രാവൽ എസ്സേ പഠിച്ചിട്ട് പോവുക. അപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കേണ്ട ടൈം വേസ്റ്റ് ആകില്ല. അപ്പോൾ അത് നിങ്ങൾ എഴുതി, അല്ലേ, ട്രാവൽ ഇൻഫോ എഴുതിയിട്ടുണ്ട്. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 4 മാർക്സിന് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് മതി. ഇപ്പോൾ ഒരു അര പേജ് എന്നുള്ളതൊരു 3/4 പേജൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. His call of action was twofold. Write a paragraph on Gandhiji's twofold action. And then Gandhi came. ആ ലെസണിലെ സെയിം, അല്ലെ, ടെക്സ്റ്റ് വായിച്ചവർക്ക് കറക്റ്റായിട്ട് അതിൽ നിന്നും എഴുതാവുന്ന ഒരു ആൻസർ, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ്. അതും 4 മാർക്സേ ഉള്ളൂ കണ്ടോ. 4 മാർക്സ് ആകുമ്പോൾ കുറച്ച് എഴുതിയാൽ മതി. മിക്കവാറും അതൊക്കെ വായിച്ചവർക്ക് എഴുതി കാണും. എഴുതാത്തവർ കുഴപ്പമില്ല, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നന്നായിട്ട് പഠിച്ച് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. The first and final journey of the Titanic ended in tragedy. But it also exposed some of the greatest acts of courage and heroism in the history of sea voyages. Prepare a write-up on the acts of courage and heroism shown by the men on board of the ship. The courage and heroism shown by the men on board of the ship. Wreck of the Titanic ആ പോയം ബേസ് ചെയ്തതാണ്. അപ്പോൾ അതിലെ ബോർഡിലെ ആരൊക്കെ, ക്രൂ ആൻഡ് ദ ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് ദ ക്രൂ ഇൻ ദ ഷിപ്പ് ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്, അവരുടെ കറേജ്, അല്ലേ, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അത് ആ പോയം പഠിച്ചവർക്ക് ഈസി ആയിട്ട് എഴുതാം. ഷിപ്പ് മുങ്ങിക്കൊണ്ടിരുന്നപ്പോഴും അവർ രക്ഷപ്പെടാനൊന്നും അവർ ശ്രമിച്ചില്ല. അവർ പ്രിഫർ ചെയ്തത് ഷിപ്പിലെ ആർക്കൊക്കെയാണ്, വിമൻ ആൻഡ് ദ ചിൽഡ്രൻ ഫേസ്റ്റ്, അങ്ങനെ പറഞ്ഞ് അവരെ സഹായിച്ചു. പിന്നെ ലൈഫ് ബോട്ട് അവർക്ക് വേണ്ടി കൊടുത്തു. ലാസ്റ്റ് ആ മ്യൂസിക്കൽ ബാൻഡ് അവരുടെ പ്ലേ ചെയ്തപ്പോഴും അവർ വളരെ കൂളായിട്ട്, വളരെ ഹോപ്പ്ഫുള്ളായിട്ട്, അല്ലേ, എറ്റേണിറ്റിയിലേക്കുള്ള ഹോപ്പിലായിട്ട് അവരങ്ങനെ വളരെ കൂളായിട്ട് നിന്നു. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് 4 മാർക്സ് ആകുമ്പോൾ കുറച്ച് മതി കേട്ടോ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന നിങ്ങൾ എഴുതിയെങ്കിൽ മാർക്കോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18. I realized that superstition was not confined to India. Superstition was not confined to India. Confined എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഓർ റെസ്ട്രിക്റ്റഡ് ടു ഇന്ത്യ. ഐ റിയലൈസ്ഡ്, അല്ലേ, എനിക്ക് മനസ്സിലായി, സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഡിസ്ക്രൈബ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ദ നറേറ്റർ ടു ഫോം ദിസ് ഒപ്പീനിയൻ. ഇങ്ങനെ ഒരു അഭിപ്രായം ഈ നറേറ്റർക്ക് ഒരു തോന്നാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലേ? സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതല്ല എന്ന് അയാൾക്ക് തോന്നിയതിന് കാരണം ലണ്ടനിലെ മാഗീസ് മദർ, അല്ലേ, മാഗീസ് മദർ, അവർ രണ്ടുപേരും ലണ്ടനിലെ ആൾക്കാരാണ്. പക്ഷേ അവർ പോലും സൂപ്പർസ്റ്റിഷൻ ഉള്ളവരാണ്, അന്ധവിശ്വാസമുള്ളവരാണ്, അല്ലേ. ഇന്ത്യയിലെ ആൾക്കാർ യോഗിയാണ്, അപ്പോൾ അവർക്ക് കുറേ മാജിക്കൽ, അല്ലെ, ഒക്കൾട്ട് പവർ ഉണ്ട് എന്നൊക്കെ ലണ്ടനിലെ ആൾക്കാർ, ലാംബത്തിലെ ആൾക്കാർ പോലും വിശ്വസിക്കുന്നു എന്ന് ഇയാൾക്ക്
മനസ്സിലായി അവരുടെ ആ ഒരു എന്താ ക്രിസ്റ്റൽ റിംഗ് ഒക്കെ നോക്കാനും ആ പറഞ്ഞ സിറ്റുവേഷനൊക്കെയാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇത് റിലേറ്റ് ചെയ്ത് ഏതാ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആ വീഡിയോയിൽ ദ റോൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ ഇൻ ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അതിലെ പോയിൻറ്റ്സ് അതിലെ ആൻസേഴ്സ് കുറേയൊക്കെ എഴുതിയാൽ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയല്ല ഇനിയും 2 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, 20 വരെയുണ്ട് ആ സെക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 13 to 20 അത്രയാണ് ഒരു സെക്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 എഡിറ്റിംഗ് ആണ് അല്ലേ. ദ പാസേജ് ഗിവൺ ബിലോ കണ്ടെയ്ൻസ് എ ഫ്യൂ എറേഴ്സ്. ഐഡൻറ്റിഫൈ ദ എറേഴ്സ് ആൻഡ് എഡിറ്റ് അപ്രോപ്രിയറ്റ്ലി. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഡിറ്റിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിന് 4 എറേഴ്സ് ഉണ്ട്. എറേഴ്സ് ഒന്നും അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു അല്ലേ. ഒന്ന് നോക്കിക്കോളൂ ഏതായിരിക്കും. വാട്ട്സ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ്? ഞാൻ ആൻസർ പറഞ്ഞു പോകാം. ഇത് സൈബർ സ്പേസിലെ ആ ലെസൺ ലാസ്റ്റ് യൂണിറ്റ് സൈബർ സ്പേസിലെ ടെക്സ്റ്റിലെ സെയിം സെൻറ്റൻസ് ആണ് കേട്ടോ, ടെക്സ്റ്റൽ പാസേജ് ആണ്. അപ്പോൾ ഇതിൽ 4 എറേഴ്സും ഈസിയാണ്. എഡിറ്റിംഗ് എന്നൊരു ലൈവ് ക്ലാസ്സിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞു അല്ലേ, 6 വരികയാണെങ്കിൽ ഈസായിരിക്കും. പിന്നെ ഇതിലെ ആൻസേഴ്സ് കൂടുതലും കൺകോഡാണ് വന്നിരിക്കുന്നത്. കൺകോഡ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് ഇങ്ങനെയാണെങ്കിൽ വേർബ് ഇങ്ങനെ ആയിരിക്കും, വേർബ് ഇങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് എഡിറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു ഊഹത്തിൽ തന്നെ എഴുതിയാലും ഈ ആൻസർ കറക്റ്റ് ആയിരിക്കും. വാട്ട്സ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ്? ആർ അല്ല, അവിടെ ആൻസർ ഈസ്. ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് അസ് ഇൻ ദ tyranny അല്ല, ഫ്രം ദ tyranny ഓഫ് പവർ സ്ട്രക്ചേഴ്സ്, where everyone അല്ല ഒറ്റയാണ്. അപ്പോൾ അത് live അല്ല, leaves, lives, where everyone lives by the rule of the majority. അവിടെ ഒരു ദ കൂടെ ചേർക്കാനുണ്ട് കേട്ടോ, അപ്പോൾ 4 എറേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പാസേജ് ഫുൾ എഴുതാതെ ആ വേർഡ്സ് എറേഴ്സ് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഈസ്, ഫ്രം, ലീവ്സ്, ദ എന്ന് എഴുതിയാലും 4 മാർക്സ് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് മിക്കവാറും കറക്റ്റ് ആയിരിക്കും. നിങ്ങളൊരു ഊഹത്തിൽ എഴുതിയാലും 4 അല്ല 3 അല്ലെങ്കിൽ അതിന് 3 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സ് ഒക്കെ കിട്ടിക്കാണും. Then question number 20, how does James Shirley establish death as a leveler in the poem Death the Leveler? കണ്ടോ, ഇതിൽ എന്തുകൊണ്ടാണ് ജെയിംസ് ഷേർലി ഡെത്ത് ആസ് എ ലെവലർ, ഇതിൽ ഡെത്തിനെ ലെവലർ എന്ന് പറയുന്നത്? അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നിങ്ങൾ പഠിച്ചു. ഡെത്ത് ദ ലെവലർ ആ പോയമിലെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നോട്ട്സിൽ അതിൽ ഞാൻ അപ്രീസിയേഷനും തന്നിട്ടുണ്ടായിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നിട്ടുണ്ടായിരുന്നു. ലൈവ് ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ. വൈ ഡെത്ത് ഈസ് എ ലെവലർ? ബിക്കോസ് ഡെത്ത് ലെവൽസ് എവ്രി വൺ ഇൻ ടു ഈക്വൽ സൈസ്. ഏതൊക്കെയാ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു അല്ലേ. ഡെത്ത് നോസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, സ്ട്രോങ് ആൻഡ് വീക്ക്, ഹൈ ആൻഡ് ലോ ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. 4 മാർക്സിന് ഹാഫ് പേജ് ആവും നിങ്ങൾക്ക്. അതിൽ എന്തായാലും ഒരുവിധം എഴുതിയെങ്കിൽ 3 അല്ലെങ്കിൽ 3.5, നന്നായി എഴുതിയെങ്കിൽ 4 മാർക്സ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷമാണ് 4 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടത്. അപ്പോൾ മിക്കവാറും അത് ഏകദേശം ഒരുവിധം ശ്രമിച്ചവർക്ക് അല്ലെങ്കിൽ ഒരുവിധം പഠിച്ചവർക്കൊക്കെ മാർക്ക് കിട്ടിക്കാണും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ അടുത്തത് ക്വസ്റ്റ്യൻസ് 21 to 28. ആൻസർ എനി 4 questions, ഈച്ച് ക്യാരീസ് 5 scores. അടുത്ത സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് എഴുതണം, ഓരോന്നിനും 5 മാർക്സാണ്. അപ്പോൾ 5 മാർക്സിന് ഞാൻ പറഞ്ഞത് ഒരു 3/4 പേജ് അല്ലേ, അല്ലെങ്കിൽ ഒരു പേജ്, ഏകദേശം 3/4 പേജൊക്കെ മതി, അല്ലെങ്കിൽ ഏകദേശം 1 പേജ് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടത്. അല്ല എനിക്ക് ആൻസർ എഴുതാം, അങ്ങ് എഴുതാമെന്ന് പറഞ്ഞ് എഴുതരുത്, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയി പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് ഫ്രം ദ ഹിൻസ് ഗിവൺ ബിലോ. കണ്ടോ, മോഡൽ എക്സാമിനും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ആൻസർ പൊളിച്ച് കാണും അല്ലേ, തകർത്ത് എഴുതി കാണും. പ്രൊഫൈൽ റൈറ്റിങ്ങിൽ എങ്ങനെ ഒരു നല്ലൊരു പ്രൊഫൈൽ എഴുതാം എന്നൊരു വീഡിയോ ഞാൻ തന്നതിന് ശേഷം അതിൽ ഈ ആൻസർ ഈ എക്സാമ്പിളായിട്ട് ഞാൻ തന്നതായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ ആൻസർ. അപ്പോൾ അത് നല്ലൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾ എഴുതി കാണും. ഹെഡിങ് കൊടുത്ത് കാണും സ്റ്റീഫൻ ഹോക്കിംഗ്, പിന്നെ എഴുതി കാണും അല്ലേ, സ്റ്റീഫൻ ഹോക്കിംഗ് ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ് വാസ് ബോൺ ഓൺ 8th January in 1942.
പിന്നെ അടുത്ത് അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കാണും. ഓക്കെ, അപ്പോൾ അത് 5 മാർക്സാണ്. നല്ല ആൻസറിന് 5 മാർക്സും കിട്ടും. ഇച്ചിരിയൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 4.5. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. അപ്പോൾ ആ വീഡിയോ പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെത് ഇച്ചിരി ഞാൻ വളരെ പ്രൊഫഷണലായിട്ട് എഡിറ്റിംഗ് അല്ലെങ്കിൽ റെക്കോർഡിങ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. ഞാനൊരു ടീച്ചറല്ലേ, അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലോക്ക്ഡൗണൊക്കെ ആയി വീട്ടിലായതുകൊണ്ട് ഞാനിങ്ങനെ ഞാനൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. അതുകൊണ്ട് പല വീഡിയോസിലും സൗണ്ട് കുറവാണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ. മിക്കവാറും എല്ലാ ഈ വീഡിയോയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താണ് ഞാൻ കൺവേ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. Maggie in The Price of Flowers reveals her unique personality in the story. Attempt a character sketch of Maggie in your own words. കണ്ടോ, ഇത് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് എല്ലാവരും എഴുതി കാണും. ക്യാരക്ടർ സ്കെച്ച് മാഗി ഹസനൊക്കെ പഠിച്ചു പോയതാണ്. അപ്പോൾ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു പോയി മിക്കവാറും എല്ലാവർക്കും വളരെ ഫാസ്റ്റായിട്ട് എഴുതാൻ സാധിച്ചതിന് കാരണം നിങ്ങൾ പഠിച്ചിട്ട് പോയതുകൊണ്ടാണ്. പഠിച്ച ക്വസ്റ്റ്യൻസിന് വളരെ ഫാസ്റ്റായിട്ട് എഴുതാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഫാസ്റ്റായിട്ട് എഴുതി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. നല്ല ആൻസർ ആണെങ്കിൽ 5 മാർക്സ് അല്ലെങ്കിൽ 4.5 എന്തായാലും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. His first flight discusses the story of a young seagull who was afraid to make his first flight and how the seagull's parents guided him into action, equipping him to face the challenges of life. Have you ever felt or understood the role of your parents in making you what you are today? Write your experience in a paragraph. കണ്ടോ, റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തും എഴുതാം, സത്യമോ കള്ളമോ, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെയാണ് നിങ്ങളുടെ പാരൻസിൻ്റെ റോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം. അത് ഞാൻ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിവിഷൻ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ ഒരു പാരഗ്രാഫ് ആൻസറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടേതായ ഓൺ സെൻറ്റൻസിൽ നിങ്ങളുടെ കാര്യം എന്തെഴുതിയാലും കറക്റ്റാണ്, ആൻസർ കറക്റ്റാണ്. Question number 24. Your school is organizing a seminar on the topic Gandhiji's India and the India of today. അത് അങ്ങനെ ഈ ടോപ്പിക്കിൽ ഒരു സെമിനാർ നടത്താൻ പോവാണ്. 3 of your classmates presented papers on the topic. കണ്ടോ, ക്വസ്റ്റ്യൻ ഇച്ചിരി തിരിഞ്ഞു പോയി. യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ്, ക്വസ്റ്റ്യൻ തിരിച്ചാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ്, യുവർ സ്കൂൾ ഹാസ് ഓർഗനൈസ്ഡ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് എന്നാണ് അവിടെ വരേണ്ടത്. 3 of your classmates presented papers on the topic. കണ്ടോ, നിങ്ങളിൽ 3 ഫ്രണ്ട്സ് അവിടെ പേപ്പർ പ്രസൻറ്റ് ചെയ്തു. Prepare a brief report of the program to be published in the school magazine. അവിടെ തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യൻ സെമിനാർ പേപ്പർ പ്രിപ്പയർ ചെയ്യാനല്ല, പ്രിപ്പയർ എ ബ്രീഫ് റിപ്പോർട്ട് ഓഫ് ദ പ്രോഗ്രാം. ആ സെമിനാർ റിപ്പോർട്ടിൻ്റെ അല്ലേ, അവിടെ സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ ആ സെമിനാറിനെ കുറിച്ചുള്ള ബ്രീഫ് റിപ്പോർട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ട് എഴുതേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ട് എഴുതേണ്ടത്, അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നു, ഞാനത് ഷെയർ ചെയ്ത് തന്നു, നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ എഴുതണം. ഒരു ടൈറ്റിൽ എടുക്കുക, റിപ്പോർട്ട് ഓഫ് എ സെമിനാർ അല്ലെങ്കിൽ റിപ്പോർട്ട് ഓഫ് എ അത്രയും മതി. കാരണം ടൈറ്റിൽ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ എന്ന ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ നടന്നു. അപ്പോൾ എങ്ങനെ ഇതൊരു 5 മാർക്സിന് ഒരു 3/4 പേജ് എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് എഴുതണം. അവിടെ എന്തൊക്കെ നടന്നു, 3 പേരുടെ നമ്മുടെ ഫ്രണ്ട്സ് ഓരോ സെമിനാർ പേപ്പേഴ്സ് അവർ പ്രസൻറ്റ് ചെയ്തു, അവർ ഇന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ സെമിനാർ ഇനാഗുറേറ്റ് ചെയ്യാൻ വന്നയാൾ ഇന്ന കാര്യം പറഞ്ഞു, ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താണ് നമുക്ക് അത് കുറേ എഴുതാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏകദേശം എഴുതി കാണും. ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തവർ എഴുതി കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25.
Selfless citizens like Hassan can help in any disaster or epidemic. You notice that to handle COVID-19, the government has imposed several restrictions on people and advised them to follow health and safety protocols. But many people in your locality neglect this. Write a letter to the editor on the subject. ഈ സെയിം ആൻസർ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഏത് ലെറ്റർ ടു ദ എഡിറ്റർ വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കുന്ന ആൻസേഴ്സ്, കോമൺ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ് ലെറ്റർ ടു ദ എഡിറ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ കോമൺ പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്ന ഒരു ലെറ്റർ ടു ദ എഡിറ്ററിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ഞാനങ്ങ് തന്നതായിരുന്നു അല്ലേ. അത് കോയിൻസിഡൻസ് എന്ന് പറയാം, നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നേക്കുവാണ്. ആ വീഡിയോയിൽ പറയുന്ന ആൻസർ തന്നെയാണ് ഇത് കേട്ടോ. COVID-19 പ്രോട്ടോക്കോളൊക്കെ അനുസരിക്കാത്തതിന് നമ്മളൊരു ന്യൂസ് പേപ്പറിലേക്ക് ഒരു ലെറ്റർ അല്ലേ, ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതുന്നതാണ് ലെറ്റർ ടു ദ എഡിറ്റർ. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ എഴുതി തകർത്ത് കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26. You are appointed as a tourist guide on the island of Kandavu. A group of tourists have landed there for the first time. How would you welcome them? Prepare the script of the speech you will make to introduce the new entrance to the island. ഇത് ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നു അല്ലേ. വെൽക്കമിങ് ദ ടൂറിസ്റ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദ ടൂറിസ്റ്റ് സ്പോട്സ് ഓർ ടൂറിസ്റ്റ് പ്ലേസസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ തന്നു. അത് പഠിച്ചവർക്ക് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റി നിങ്ങൾ എഴുതിയെങ്കിൽ ആൻസർ ഓക്കെ അല്ലേ. ഓക്കെ, ആ ആൻസർ തന്നെയാണ്. അപ്പോൾ ഏത് ആൻസറും ഒരു ഫോമാറ്റ് പഠിച്ച് വെക്കുക, പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇച്ചിരി മാറ്റിയാൽ ആൻസർ ഓക്കെ. ഇതിലെന്താ, വെൽക്കം, ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞത്. അത് തിരിച്ച് നമ്മൾ പറയാം അല്ലേ. വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാമല്ലോ. വെൽക്കം ടു ദ ഗോഡ്സ് ഓൺ കൺട്രി കണ്ടാവു, ദ ഐലൻഡ് ഓഫ്, അല്ലെങ്കിൽ വെൽക്കം ടു ദ ഐലൻഡ് ഓഫ് കണ്ടാവു. അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ദ ന്യൂ എൻട്രൻസ് ടു ദ ഐലൻഡ്സ്. ആ ഐലൻഡിനെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ അത് പറയുന്നതിനേക്കാളും കണ്ടാവു ഐലൻഡിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അവിടെ എന്തൊക്കെ ടേർട്ടിൽ കോളിംഗ് ഉണ്ട്, മെയ്ഡൻസ് ഇങ്ങനെയാണെന്ന് നമ്മുടെ ലൈവ് TV റിപ്പോർട്ടിൽ കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെ ഇങ്ങോട്ടൊന്ന് എഴുതിയാൽ ഓക്കെ, ആൻസർ കറക്റ്റ്. ചിലരൊക്കെ വിഷമിച്ച് പറയുന്നുണ്ട് എനിക്ക് മാർക്ക് കിട്ടില്ല, ഞാൻ പൊട്ടിപ്പോയി. പേടിക്കേണ്ട, ഇനിയും ചാൻസ് കിട്ടും, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും കേട്ടോ, ഉണ്ടാകും. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് +2 പഠിക്കേണ്ട ആകെ ബിസി ആയിരിക്കും. +2 പഠിക്കുമോ +1 പഠിക്കുമോ, ആകെ കൺഫ്യൂഷൻ ആകും. അങ്ങനെ മാർക്ക് കുറയുമെന്നുള്ളവർ നിങ്ങൾക്ക് ആ സമയത്ത് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ, ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. Abdul Kalam exhorts students to be unique. You think that you are unique in many ways. Prepare a write-up highlighting your uniqueness. പല കുട്ടികൾ ആവശ്യപ്പെട്ടതാണ് യുണീക്നെസ്സിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് പറയൂ മിസ് അല്ലേ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നത്? എ റൈറ്റപ്പ് ഹൈലൈറ്റിംഗ് യുവർ യുണീക്നെസ്. നിങ്ങളുടെ ആ ഒരു യുണീക്നെസ്, നിങ്ങൾക്ക് തനതായി നിങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച്, എനിക്ക് ഇന്ന കഴിവുണ്ട്, ഞാൻ ഇന്ന കാര്യത്തിൽ യുണീക്കാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഇന്ന കാര്യത്തിൽ ഡിഫറൻ്റാണ്, ഞാൻ യുണീക്കാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് ഈ ക്വസ്റ്റിന് ആൻസർ കേട്ടോ. നിങ്ങളുടെ യുണീക്നെസ്സിനെ ഹൈലൈറ്റ് ചെയ്യുക. ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. The narrator in The Price of Flowers returned to India. Every year he goes to Frank's grave to place a wreath of flowers. On one such visit, he happened to see Maggie there. Both of them are very much excited at the meeting. Prepare the likely conversation between them. Write at least 5 exchanges. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്, കോൺവെർസേഷൻ എഴുതാനാണ്. മിനിമം 5 എക്സ്ചേഞ്ച് വേണമെന്നും പറയുന്നുണ്ട്. എന്താണ് ഒരു എക്സ്ചേഞ്ച്? എന്ന് പറഞ്ഞാൽ ഒരു കോൺവെർസേഷന് ഒരാൾ അങ്ങോട്ട് ചോദിക്കുന്നതും മറ്റേ ആൾ ഇങ്ങോട്ട് പറയുന്നതുമാണ് ഒരു എക്സ്ചേഞ്ച് കേട്ടോ. ഇവിടെ മാഗിയും ഗുപ്തയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ നമ്മുടെ ആദ്യം ഓപ്പണിംഗ് സെൻറ്റൻസ് ഹായ് കണ്ട ഉടനെ ഗുപ്തയോ മാഗിയോ ആരെങ്കിലും ആയിരിക്കും അല്ലേ, ഹായ് ഗുപ്ത അല്ലെങ്കിൽ ഹായ് മാഗി ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന കാര്യം ഇങ്ങോട്ട് പറയുന്ന ഒരു റിപ്ലൈ ആണ് ഒരു എക്സ്ചേഞ്ച് കേട്ടോ. അങ്ങനെ ഒരു 5 എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ കൺക്ലൂഡ് ചെയ്യും, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലാംഗ്വേജ് ഉള്ളവർക്ക് കോൺവെർസേഷനും മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. ഇത്രയായിരുന്നു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ 8 ക്വസ്റ്റ്യൻസ് തന്നതിന് ശേഷം 4 ക്വസ്റ്റ്യൻസാണ് നിങ്ങളോട് എഴുതാൻ ചോദിച്ചിരുന്നത്. 5 മാർക്സിന് ഒരു 3/4 പേജ് അല്ലെങ്കിൽ മാക്സിമം 1 പേജ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. വേർഡ് ലിമിറ്റ് ഒന്നിലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻസ് 29 to 32. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരീസ് 6 സ്കോർസ്. കണ്ടോ, 6 മാർക്സിന് 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത്. 6 മാർക്സിന് 2 ക്വസ്റ്റ്യൻ. 6 മാർക്സ് ആകുമ്പോൾ മനസ്സിൽ വരിക 1 പേജ് അല്ലെങ്കിൽ 1.25. മാക്സിമം നിങ്ങൾക്ക് ഒത്തിരി എഴുതാനുണ്ടെങ്കിൽ ഒരു 1.5 പേജ് അതിനപ്പുറം പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 29. The news about Hassan's selfless service during the epidemic was brought to light by Dr. A.J. Cronin, the chief physician on the Ranaganji. You wish to conduct an interview with Hassan for the school magazine. Prepare at least 6 questions for the interview. കണ്ടോ, ഒരു ഹസനുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്താൻ 6 ക്വസ്റ്റ്യൻസ്. ഇൻ്റർവ്യൂ ഫുൾ എഴുതാനല്ല ക്വസ്റ്റ്യൻ. ഇൻ്റർവ്യൂവിന് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ഇൻ്റർവ്യൂ എഴുതാനാണെങ്കിൽ ഇൻ്റർവ്യൂ 6 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതാനാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുക. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് അടുത്ത +2 എക്സാം എഴുതാൻ പോവുകയല്ലേ നമ്മൾ. +2 എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് കേട്ടോ. 1-2 കാര്യങ്ങൾ മാത്രമേ മാറി വരുന്നുള്ളൂ. ഇൻ്റർവ്യൂ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് +2 എക്സാമിനും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് 6 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത്. 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഏതെങ്കിലും അല്ലേ, ഏത് ഇൻ്റർവ്യൂ വന്നാലും എഴുതാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് അതിലുണ്ടല്ലോ. അതിൽ കുറേ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ എന്തായാലും ഇതിലൊരു 3 ക്വസ്റ്റ്യൻ എങ്കിലും കറക്റ്റ് ആകും. അപ്പോൾ ജയിക്കാൻ വേണ്ടി പഠിച്ചവർക്ക് ഇതിൽ നിന്ന് 3 മാർക്സ് കിട്ടും, പഠിച്ചെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പം മാർക്ക് കുറഞ്ഞു പോകും എന്ന് മനസ്സിൽ വിചാരിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടിയല്ലോ, നിങ്ങൾ +1 എക്സാം അറ്റൻഡ് ചെയ്തു. +1 എക്സാം അറ്റൻഡ് ചെയ്താൽ ഓക്കെ, ഇനി നമുക്ക് +2 ഉണ്ടല്ലോ. +2ന് നമുക്ക് പഠിക്കാം. +2ന് പഠിച്ച് +2ന് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. +2ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ ഈ +1ന് കുറച്ച് മാർക്കായാലും അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ റിസൾട്ട്. പല കുട്ടികളും വിഷമിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, +1ന് എത്ര മാർക്ക് കുറഞ്ഞാലും സാരമില്ല. +2ന് നിങ്ങൾ 48 കേട്ടോ, 48 മാർക്ക് സ്കോർ ചെയ്യുക. കാരണം +1ഉം +2ഉം കൂടെ 2 വർഷത്തതും കൂടെ ചേർത്ത് മിനിമം നിങ്ങൾക്ക് ജയിക്കാൻ 48 മതി. അപ്പോൾ ഇനി വിഷമിക്കേണ്ട, ഇനി ഞാൻ +2 പഠിക്കുമെന്ന് നിങ്ങൾ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. +1 കുറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മളത് കണ്ടിന്യൂ ചെയ്യും. കാരണം എൻ്റെ കുട്ടികളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആകും. +2ന് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട, ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത എക്സാമിന് നമുക്ക് എങ്ങനെ മാർക്ക് കൂടുതൽ വാങ്ങാം, അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അത് പഠിക്കുക കേട്ടോ. നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇത് സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് +2നും ഉള്ളത്. +1ന് പഠിച്ച എല്ലാ പാറ്റേണും, ഇൻ്റർവ്യൂ റൈറ്റിംഗ്, ഇമെയിൽ, ലെറ്റർ ടു ദ എഡിറ്റർ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അടുത്ത വർഷം പഠിക്കാൻ പോകുന്നത്. സെയിം കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, മാർക്ക് കുറഞ്ഞവരാരും വിഷമിക്കേണ്ട. നമുക്ക് +2ന് കുറേ കൂടെ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. Imagine that you are a reporter of a daily and a friend of Captain Joyce, who flew the air balloon in the trip of the Lehola. Joyce gives you a detailed description of the thrilling journey to be published in your daily. Prepare a newspaper report about the journey. കണ്ടോ, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ. എത്ര മാർക്ക്? 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. പിന്നെ ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട് കണ്ടോ, ബ്രാക്കറ്റിൽ ഹിൻസ് തരികയാണെങ്കിൽ +1നും +2നും സെയിം തന്നെയാണ്. ഹിൻസ് തരികയാണെങ്കിൽ ഈ ഹിൻസ് അനുസരിച്ച് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹിൻസ് വെൻ, വെയർ, ഹെഡിങ് കണ്ടോ, ഹെഡിങ് കൊടുക്കണം. പ്രിപ്പയർ ദ ബലൂൺ, അതിൽ ആദ്യം ടേക്ക് ഓഫ് ലേഹോള. ഇത് നമുക്ക് ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ്
ടേക്ക് ഓഫ് ഓഫ് ലേഹോള ആൻഡ് ലാൻഡിങ് ഓഫ് ലേഹോള. അത് പഠിച്ചവർക്ക് ഇതിന് ആൻസർ ചെയ്യാം കേട്ടോ. ഇത് ആൻസർ ചെയ്യാം. അതിലെ കാര്യങ്ങൾ തന്നെയാണ് പ്രിപ്പയറിംഗ് ദ ബലൂൺ, ദ ഫ്ലൈറ്റ്, ദ എയറിയൽ വ്യൂ, ദ ലാൻഡിങ്, റിമാർക്ക് ഓഫ് വ്യൂവേഴ്സ്. ഓക്കെ, ഇതൊക്കെ ചേരും എഴുതുമ്പോഴേക്കും ആൻസർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റെഡിയാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. ആഫ്റ്റർ റീഡിംഗ് ദ ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ, you realize that you have also the same problems as the student who talked to Abdul Kalam. You would like to share your problems with your class teacher by email. Write the email. 6 മാർക്സിനാണ് ക്വസ്റ്റ്യൻ. ഒരു പേജ് മതി അല്ലേ, ഒരു പേജ് മതി. പലരും ചോദിച്ചാണ് ഇപ്പോൾ ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർ 8 മാർക്സിനൊക്കെ ചോദിച്ചാൽ ഒത്തിരി എഴുതണോ? വേണ്ട, ലെറ്റർ വളരെ ബ്രീഫായിട്ട് മതി. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി കാണും അല്ലേ. ഇമെയിലിൻ്റെ ഫോമാറ്റ് ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻ ആർക്കാണ് എഴുതുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എഴുതുന്നത് you would like to share your problems with your class teacher by email. അപ്പോൾ ക്ലാസ് ടീച്ചറിന് നമ്മൾ എഴുതുമ്പോൾ അത് ടീച്ചറിനോട് ഫ്രണ്ട്ലി ആണെങ്കിൽ അതൊരു ഫ്രണ്ട്ലി ലെറ്റർ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ ടീച്ചറിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ ആയിട്ട് എഴുതാം അല്ലേ. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ആവശ്യമില്ല, ഫ്രണ്ട്ലി ലെറ്റർ മതി. കാരണം നമ്മുടെ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഫോമാറ്റിൽ ഇമെയിൽ എഴുതുകയാണെങ്കിൽ ഓക്കെ. അതിൽ ആ കുട്ടി പറഞ്ഞ കാര്യം തന്നെ എഴുതാം അല്ലേ. എനിക്ക് ഇന്നയാളാകണം അല്ലേ, ഐ വോണ്ട് ടു ബിക്കം ഇന്നയാൾ, എനിക്ക് ബട്ട് ഐ ലാക്ക് ദ കോൺഫിഡൻസ്, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി പറഞ്ഞ സെയിം സെൻറ്റൻസ് തന്നെ ഇതിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇമെയിൽ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇമാജിൻ ദാറ്റ് യു ആർ ദ വൈൽഡ് ലൈഫ് റിപ്പോർട്ടർ ഓൺ എ ടെലിവിഷൻ ചാനൽ. യു ആർ നിയർ ദ ക്ലിഫ് ഓൺ വിച്ച് ദ സീഗൾ ഫാമിലി ലീവ്സ്. You witness all the events of the young seagull's first flight. Prepare a live report of the first flight of the seagull. കണ്ടോ, ലൈവ് ടി വി റിപ്പോർട്ട് മാറി വന്നേക്കാണ്. ലേഹോളയല്ല, ദെൻ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു അല്ല, ഇവിടെ യങ് സീഗളിൻ്റെ ആ ഒരു ഫ്ലൈറ്റ് എഴുതാനാണ്. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യാനാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എങ്ങനെ എഴുതുമെന്നാണ്. അപ്പോൾ അതിന് ഹിൻസ് ഉണ്ട്. ദ സീഗൾസ് ഹാച്ചസ്, struggle to walk, parents' motivation, strives, hunger, determined to fly, makes his first flight. ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ ഓരോരോ പോയിൻറ്റ്സ് തന്നെ നമുക്ക് ആലോചിച്ച് എഴുതിയാലും എഴുതാം അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയാൽ ബാക്കി എഴുതാം അല്ലേ. എത്രയാ? 2 ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ അല്ലേ. 6 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് മറ്റ് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ എഴുതാം. ഒന്ന് ഹസൻ്റെ ഇൻ്റർവ്യൂ എഴുതാം, അല്ലെങ്കിൽ ഇമെയിൽ എഴുതിയാൽ സെലക്ട് ചെയ്താൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് കിട്ടിക്കാണും. നെക്സ്റ്റ് സെക്ഷൻ ക്വസ്റ്റ്യൻസ് 33 to 38. ആൻസർ എനി 3 questions. ഈച്ച് ക്യാരീസ് 8 scores. 8 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് വന്നിരിക്കുന്നത് അല്ലേ. 8 മാർക്സിൻ്റെ ആകുമ്പോൾ ഒരു 2 പേജൊക്കെ എഴുതണം. ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് നിന്ന് ആ ക്ലാസ്സിൽ പിള്ളേർ തകർത്തെഴുതുകയായിരുന്നു കേട്ടോ. ഭയങ്കര എഴുത്തായിരുന്നു. പേപ്പർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വന്നു. നന്നായിട്ട് എഴുതുന്നുണ്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ അവരൊക്കെ എഴുതി. എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടും. ഞാനൊന്ന് നോക്കിയപ്പോൾ കുറച്ച് ഗ്രാമറും എല്ലാം ഒക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 8 മാർക്സിൻ്റെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. You and your friend visit the Kantao Island on one of your vacations. Write a travel essay on the tour. And hints: the voyage, the landscape, the cuisine, the culture, the special attraction, personal impressions. അപ്പോൾ എല്ലാവരും എന്നോട് ആ ഒരു ട്രാവൽ എസ്സേ ഞങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചവർക്ക് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണോ ഈ ആൻസർ വന്നപ്പോൾ എഴുതാൻ സാധിച്ചില്ല എന്ന്? വിഷമിക്കേണ്ട. കാരണം നിങ്ങൾ പഠിച്ചത് തന്നെയാണ് ആൻസർ കറക്റ്റ്. അതിന് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ എങ്ങനെ മാറ്റി എഴുതുന്നു എന്നതാണ് നിങ്ങളുടെ കഴിവ് അല്ലേ. അപ്പോൾ അത് തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതി കാണും. ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എ വിംസിക്കൽ എക്സ്പെഡിഷൻ ടു ദ ഐലൻഡ് ഓഫ് കണ്ടാവു. പിന്നെ അതിലെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി, പിന്നെ കുറേ ഇതിലെ കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായി കാണും അല്ലേ. പിന്നെ ഇവിടെ വരുമ്പോൾ ട്രാവലേഴ്സ് ഞാനീ പറഞ്ഞതുപോലെ ആ കണ്ടാവു ഐലൻഡിൽ കണ്ട കുറേ കാര്യങ്ങൾ, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ലാൻഡ്സ്കേപ്പ്,
സ്പെഷ്യൽ അട്രാക്ഷൻ, പിന്നെ നിങ്ങൾക്ക് തോന്നിയ പേഴ്സണൽ ഇംപ്രഷൻ, ടേർട്ടിൽ കോളിംഗ്, അതൊക്കെ കുറേ ആഡ് ചെയ്താൽ ആൻസർ ഓക്കെ. 8 മാർക്സ് ആണ്. കുറേ എഴുതണ്ടേ, 2 പേജിന് എഴുതണ്ടേ അല്ലേ, മിനിമം 2 പേജിന് എഴുതണ്ടേ. അപ്പോൾ നിങ്ങൾ എഴുതി കാണും, പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതി കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. The poem if describes the traits of a perfect man. Prepare an appreciation of the poem focusing on the qualities of such a man. ഇതുവരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള ഒരു പോയം അപ്രീസിയേഷന് ചോദിച്ചിട്ടില്ല. എനിക്കൊന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഈസി ആകട്ടെ എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്കിങ്ങനെ ആ പോയം തന്നെ ക്രിട്ടിക്കൽ അപ്രീസിയേഷന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പോയമിൽ നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ എഴുതി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഈ പോയം ഇത് തന്നെയാണ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഇഫ്. അപ്പോൾ അത് ആ സെയിം പോയം നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ എഴുതിയെങ്കിൽ കുഴപ്പമില്ല. Question number 35. Gandhiji dreamt of an India in which all communities could live in perfect harmony. What are your dreams about the future India? Prepare a speech on the topic to your school assembly on Gandhi Jayanti. കണ്ടോ, സ്പീച്ചാണ്. അപ്പോൾ 8 മാർക്സിന് സാധാരണ നിങ്ങൾക്ക് +2നും ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു സ്പീച്ച്, എസ്സേ, ആർട്ടിക്കിൾ ഏതെങ്കിലും, പിന്നെ അപ്രീസിയേഷൻ ഓഫ് എ പോം ആയിരിക്കും 8 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതും ഒരു സ്പീച്ച്, ഏതിനെക്കുറിച്ച്? സ്പീച്ച് ഓൺ ദ ടോപ്പിക് ടു യുവർ സ്കൂൾ അസംബ്ലി ഓൺ ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയുടെ ദിവസം സ്കൂൾ അസംബ്ലിയിൽ നിങ്ങൾക്ക് അല്ലേ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ യുവർ ഡ്രീംസ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ? ഹിൻസ്: ഇന്ത്യ പൊളിറ്റിക്കൽ ഫീൽഡ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റിസം, സൂപ്പർസ്റ്റിഷൻ, ടെക്നോളജി, അഡ്വാൻസ് ഇൻ എക്കണോമിക് ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്സ്, ഡിഫെൻസ്, ഹാർമണി എമംഗ് പീപ്പിൾ. അപ്പോൾ ഈ കുറേ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റ്സിനെ ഓരോരോ പോയിൻറ്റ്സ് ഓരോരോ പാരഗ്രാഫായിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലും ആൻസർ ഓക്കെ അല്ലേ. അപ്പോൾ സ്പീച്ചിൻ്റെ ഫോമാറ്റിൽ ഗാന്ധിയൻ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്ത് എല്ലാം കൂടെ എഴുതുവാണെങ്കിൽ ആൻസർ ഓക്കെയാണ്. ഓക്കെ, ഗാന്ധി ജയന്തിയുടെ ദിവസമല്ലേ, അപ്പോൾ ഗാന്ധിയൻ വാല്യൂസ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടേതായ ഡ്രീമും ഇങ്ങനെ തന്നെയാണ്, ഗാന്ധിജിയുടെ ഡ്രീം തന്നെയാണ്, അത് നടക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മതി, ആൻസർ ഓക്കെ. Question number 36. Self-confidence, self-reliance and determination determine the success of a person. The story of the young seagull is an example. Write an essay on the need for these qualities to overcome the challenges of life. Essay ആണ് കണ്ടോ. The need for these qualities to overcome the challenges of life. ഈ 3 ക്വാളിറ്റീസും നമ്മുടെ ജീവിതത്തിലെ ചാലഞ്ചസ് ഓഫ് ലൈഫ് ഓവർകം ചെയ്യുന്നതിൻ്റെ എന്തൊക്കെയാണ് അല്ലേ, അതിൻ്റെ ആ ഒരു നീഡ് എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച്, സെൽഫ് റിലയൻസിനെ കുറിച്ച്, ഡിറ്റർമിനേഷനെ കുറിച്ചൊക്കെ എഴുതാനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒത്തിരി എഴുതാൻ സാധിക്കുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രിഫർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. After he became an estate or farmhouse owner, Nikolai places an advertisement in the newspaper in search of a manager for his estate. Imagine that you have all the required qualifications mentioned in the advertisement given below, and you apply for the post. Prepare an application letter with CV to be sent to the address mentioned. ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നതിന് ശേഷം ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് CV, റെസ്യൂമെ അല്ലെങ്കിൽ ബയോഡേറ്റ എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. സാധാരണ +1-ന് ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമെ എഴുതാൻ ചോദിക്കാറില്ല. +2-നാണ് അത് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഇത് +1-ന് ചോദിച്ചേക്കാണ്. അപ്പോൾ ചിലർ അറ്റംപ്റ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു 3 ക്വസ്റ്റ്യൻസ് തന്നെ എഴുതാൻ സാധിച്ചു കാണും അല്ലേ. ട്രാവലേഴ്സേ, ഇഫിൻ്റെ അപ്രീസിയേഷൻ, ദെൻ സ്പീച്ച്, പിന്നെ ആ ലാസ്റ്റ് അപ്രീസിയേഷനും ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെർച്ച് ചെയ്ത് പഠിച്ചവർക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അടുത്ത +2-ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. Read the poem given below and write an appreciation. ഒരു പോയം തന്നതിന് ശേഷം
അല്ല, ഒരു സിമ്പിൾ പോയം തന്നതിന് ശേഷം റൈറ്റ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ പോയമാണ്. നിങ്ങൾക്ക് ഞാൻ കോമൺ പോയിൻറ്റ്സ്, ഏത് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ വന്നാലും എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സ് ആ വീഡിയോ കണ്ട് പഠിച്ചവർക്ക് ആ കോമൺ പോയിൻറ്റ്സ് ഒക്കെ എഴുതി ഇതിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ഇതിനും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായി പഠിച്ചവർക്ക് എക്സാം ഈസി ആയിരുന്നു. ബട്ട് അവസാന നിമിഷം ലാസ്റ്റ് മിനിറ്റിലൊക്കെ പഠിക്കാൻ തുടങ്ങിയവർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നാണ്. എന്തായാലും വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത +2ലേക്ക് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അതങ്ങ് പൊയ്ക്കോട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട. പല കുട്ടികളും മാർക്ക് കുറഞ്ഞവരാണ് വിഷമിക്കുന്നത്. സാരമില്ല, നമുക്ക് അടുത്ത ഞാൻ പറഞ്ഞില്ലേ +1 +2 2 വർഷവും ഒരുമിച്ചാണ് നിങ്ങളുടെ റിസൾട്ട്. അപ്പോൾ ഇപ്പോൾ +1ന് തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തവർ ഇപ്പോൾ സേഫാണ്. അല്ല, മാർക്ക് ഇപ്പോൾ A+ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. കാരണം ഇപ്പോൾ 80ക്ക് CE ഫുൾ കിട്ടിയാൽ 70 A+, അല്ലേ? 70 മതി. CE 20 കിട്ടിയാൽ. കാരണം 70 + 20 90, 100ന് 90 A+, 90% A+. അപ്പോൾ ഇപ്പോൾ അല്പം കുറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിന് A+ കിട്ടിയില്ല, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് അതിന് വേണ്ടി സെലക്ട് ചെയ്യണം കേട്ടോ. കാരണം മറ്റ് സബ്ജക്ട്സ്, പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സ് എല്ലാം പ്രാക്ടിക്കലിൻ്റെ മാർക്കും CEയുടെ മാർക്കും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ +2ൽ A+നുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇംഗ്ലീഷ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 80ക്ക് 70 കിട്ടിയില്ല, 65 കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് 80ക്ക് 65 കിട്ടി. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് A+ന് 5 മാർക്ക് കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ 5 മാർക്കും കൂടെ വാങ്ങണം, അല്ലേ? അപ്പോൾ ഇപ്പോൾ 65 കിട്ടിയുള്ളൂ. ഈ 5 മാർക്കും കൂടെ കൂടുമ്പോൾ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എത്ര മാർക്ക് ഇംഗ്ലീഷിന് A+ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണം? 70 വേണം. 70യുടെ കൂടെ ഈ 5 മാർക്സും കൂടെ ആകുമ്പോൾ 75 വാങ്ങണം. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് 5 മാർക്സ് കുറഞ്ഞാൽ സെക്കൻഡ് ഇയർ +2ന് 80ക്ക് 75 കിട്ടിയാലേ A+ കിട്ടുകയുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് +1ൽ തന്നെ A+ കിട്ടിയാൽ സേഫാണ്. കിട്ടിയില്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്ത് സേഫ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിന് A+ ഉണ്ടെങ്കിൽ പിന്നെ ഫുൾ A+ൻ്റെ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ വരും. ഇംഗ്ലീഷിന് A+ പോയാൽ ഫുൾ A+ൻ്റെ ലിസ്റ്റിൽ വരില്ല. മിക്കവാറും കുട്ടികൾക്ക് +2 റിസൾട്ട് വരുമ്പോൾ അവർ വിഷമിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. 5 സബ്ജക്ട്സ്, നിങ്ങൾക്ക് ടോട്ടൽ 6 സബ്ജക്ട്സ് ആണ്. അതിൽ 5 സബ്ജക്ട്സിന് മിക്കവാറും A+ ആയിരിക്കും. ഒരു A+ പോയത് ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു ചാൻസ് വരികയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ അടുത്ത ഇമ്പ്രൂവ്മെൻറ്റിനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം എന്നോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന് പഠിച്ച് നിങ്ങളിങ്ങനെ വന്നു, എക്സാം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയതാണ്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തിയാലേ ഇതൊന്ന് കംപ്ലീറ്റ് ആവുകയുള്ളൂ, അല്ലേ? +1 കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടെ നടത്തി നമ്മുടെ ആ ഒരു സ്റ്റേജ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് +2ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ +1ൻ്റെ സെപ്പറേറ്റ് ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ്, +2ന് സെപ്പറേറ്റ് ടെലഗ്രാം ഗ്രൂപ്പ് ആക്കുകയാണ്. കാരണം പല വീഡിയോസിൻ്റെ താഴെയും ഞാൻ +1ൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ആ ഒരു ലിങ്ക് കിടപ്പുണ്ട്. അപ്പോൾ പലരും നോക്കുമ്പോൾ അതിലേക്കാണ് അവർ ജോയിൻ ആകുന്നത്. +1ലെ കുട്ടികൾ ജോയിൻ ആകും. അപ്പോൾ +2 നമുക്ക് സെപ്പറേറ്റ് ആക്കാം, അല്ലേ? +2 സെപ്പറേറ്റ് ആക്കാം. അതുകൊണ്ട് +2ന് സെപ്പറേറ്റ് ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ പേര് +1ൽ നിന്ന് അങ്ങോട്ട് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ജോയിൻ ആവുക. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് കൂടെ ഉണ്ട്. ആ എക്സാം കൂടെ നിങ്ങൾ എഴുതുക. അതിനുശേഷം 2-3 ദിവസം ഒന്ന് റിലാക്സ് ചെയ്യുക കേട്ടോ. റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വീക്ക് മൺഡേ നമുക്ക് പിന്നെ ഇംഗ്ലീഷ് +2ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കൊന്ന് വാല്യുവേഷൻ ആയിരിക്കും. വാല്യുവേഷൻ ആണെങ്കിൽ നമുക്ക് നോക്കാം. വാല്യുവേഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. വാല്യുവേഷൻ്റെ റിവ്യൂ നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ്സ് ഒരു ദിവസം നടത്താം. ഞാനൊരു വാല്യുവേഷൻ്റെ റിവ്യൂ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇയർ ക്ലാസ്സിലേക്ക് ഇനി കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് എല്ലാവർക്കും താങ്ക്സ്. ബെസ്റ്റ് വിഷസ് ഫോർ ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ. ഹാവ് എ ജോയ്ഫുൾ അക്കാഡമിക് ഇയർ. ബൈ ബൈ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഡൗട്ട്സ് ഇല്ല. ഓക്കെ, എല്ലാം ക്ലിയറായി.
ഓക്കെ, ബൈ ബൈ.